അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ ഇപ്പം നിൽക്കുന്നത് ഡെറാഡൂണിലാണ്. ഡെറാഡൂണിൽ നിന്ന് നമ്മളിന്ന് പോകുന്നത് ദേവപ്രയാഗിലോട്ടാണ്. ദേവപ്രയാഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭാഗീരഥിയായിട്ടും അളകനന്ദയായിട്ടും ഒഴുകി വരുന്ന ഗംഗാനദി ആരംഭിക്കുന്നത് ഈ ദേവപ്രയാഗ് നിന്നാണ്. പിന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ദേവപ്രയാഗ് കാണാനുണ്ട്. നമ്മളിന്ന് ഇവിടുന്ന് ബസ്സിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. മനോഹരമായ റൂട്ടാണത്. അതായത് ഇവിടുന്ന് ദേവപ്രയാഗ് വരെ ഏകദേശം 4 മണിക്കൂർ നമുക്ക് ബസ് യാത്രയുണ്ട്. അത് അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കിന്ന് പോയിട്ട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മളിതാ ബസ് നമ്മുടെ കിട്ടുന്ന സ്പോട്ട് എത്തി. ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെയാണ് ബസ് വരിക. ഒരു 8 മണിയാകുമ്പോൾ എത്തുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 7:45 ആയിട്ടേ ഉള്ളൂ. ടൈമുണ്ട്. അതൊക്കെ പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സുകളാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ അയച്ചു തന്നപ്പോഴാണ് ഞാൻ നോക്കിയത്. ഇതിൻ്റെ സീറ്റിംഗ് ഞാൻ കാണിച്ചു തരാം. അതാണ് സെറ്റപ്പ്. നമ്മുടെ സീറ്റ് വരുന്നത് ഇവിടെയാണ്. ഉണ്ടോ? കുഴപ്പമില്ല, നല്ല ബസ്സാണ്. ഇവിടുന്നാണ് ബസ് എടുക്കുക. അങ്ങനെ അവിടുന്ന് നമ്മുടെ ബസ് എടുത്തു. നമ്മൾ കേദാർനാഥിലോട്ടൊക്കെ പോകുന്ന അതേ റൂട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മളുടെ യാത്ര ദേവപ്രയാഗിൽ അവസാനിക്കും. അവിടുന്ന് പിന്നെ നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോയാലാണ് നമ്മൾ കേദാർനാഥ് എത്തുക. നമുക്ക് ഒരിക്കൽ കേദാർനാഥ് പോകാം. ഇത്തവണ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇനിയിപ്പോൾ അവിടെ ഓപ്പൺ ആവുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. കേദാർനാഥ് നമുക്കൊരിക്കൽ ആഗസ്റ്റ് ആ സമയത്ത് എപ്പോഴെങ്കിലും പോകാൻ പറ്റുമോ നോക്കാം. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് ഡെറാഡൂൺ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു സിറ്റി കൂടിയാണ് ഇവിടുത്തെ. ഈ കാണുന്നതൊക്കെ ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള കൈവഴികളാണ്. അപ്പം ഇതിലൊന്നും ഇപ്പോൾ നിലവിൽ വെള്ളമില്ല. ഇവിടെ ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പോഴാണ് നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടാതെ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഏറ്റവും ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയം എന്ന് വെച്ചാൽ. അതായത് നമ്മുടെ തുലാവർഷം, അല്ലെങ്കിൽ നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നൊക്കെ വിളിക്കുന്ന ആ സമയത്താണ് ഇവിടെ നല്ല ശക്തമായ മഴ കിട്ടുക. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ റൂട്ടിൽ പോകാൻ പറ്റും. നല്ല മഴ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ കേദാർനാഥൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഈ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ പോകുന്ന ദേവപ്രയാഗ്, അവിടുന്ന് അങ്ങോട്ടുള്ള രുദ്രപ്രയാഗ്, ഗുപ്തകാശി, ഇതൊക്കെ അതിമനോഹരമായിട്ട് ഒരിക്കലെങ്കിലും നമ്മൾ ജീവിതത്തിൽ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ. അതുപോലെ തന്നെയാണ് ഹരിദ്വാർ, ഋഷികേശ്. ഹരിദ്വാർ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ പോയി നമ്മൾ തിരിച്ച് പോകുന്നത് ഇനി ഹരിദ്വാറിലോട്ടൊക്കെ ആയിരിക്കും. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഉത്തരാഖണ്ഡിലെ തന്നെ കേദാർനാഥിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവൻ കണ്ടിട്ടേ നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നുള്ളൂ. എല്ലാ കൈവഴികളായിട്ടുള്ള ചെറിയ ചെറിയ നദികളിലൊന്നും വെള്ളമില്ല. ഒക്കെ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. ഈ സമയം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ വേനൽക്കാലം കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് തീരെ വെള്ളം ഒട്ടുമില്ല. അതുപോലെ തന്നെ പച്ചപ്പും നല്ല രീതിയിൽ കുറവാണ്. ഇനിയിപ്പോൾ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളായിരിക്കും. അധികം ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലും കാണാനുണ്ടാവും. ഇനി മഴ പെയ്ത് നല്ല രീതിയിൽ പച്ചപ്പൊക്കെ വന്നതിന് ശേഷമാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളിവിടെ ഋഷികേശിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പം ഋഷികേശിൽ ഇറങ്ങാം. നിങ്ങൾ ഈ കാണുന്നത് പുതുതായിട്ടുണ്ടാക്കിയ ഋഷികേശിലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന പുതിയ ട്രാക്കാണ് കാണുന്നത്. റെയിൽവേ ട്രാക്കിൻ്റെ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നദി ചുറ്റി വളഞ്ഞ് അതുവഴിയാണ് നമ്മൾ ഋഷികേശ് ടൗണിൻ്റെ ഭാഗത്തോട്ട് പോകുന്നത്. കുറച്ചുകൂടെ ദൂരം പോയിട്ട് നമ്മൾ യു ടേൺ എടുത്ത് നമ്മൾ ആ ഒരു ടൗണിൻ്റെ ഭാഗത്തോട്ട് എത്തും. നിങ്ങൾ ഈ കാണുന്ന നദിയിലൊന്നും ഒട്ടും വെള്ളമില്ല. ഫുള്ള് വറ്റി വരണ്ട് കിടക്കുക. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വന്ന് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉള്ള സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ആ ഒരു ബോർഡിൽ നോക്കി അങ്ങ് കാണാൻ പറ്റും ബദ്രീനാഥ് കേദാർനാഥ് ഇടതു ഭാഗത്തോട്ടാണ്. അങ്ങോട്ട് തന്നെയാണ് നമ്മളും പോവുക. അങ്ങനെ നമ്മൾ ദേവപ്രയാഗ് എത്തുമ്പോൾ നമ്മുടെ യാത്ര അവസാനിപ്പിക്കും. ഈ ബസ് നേരെ ഗുപ്തകാശിയിലോട്ടോ മറ്റോ ആണ് പോകുന്നത്. ബസ്സിൽ നമ്മളെ കൂടെ കയറി ഒരുപാട് ആളുകൾ ഇവിടെ ഋഷികേശിൽ ഇറങ്ങുകയാണ്. അപ്പം കുറേ പേര് ഇവിടുന്ന് കയറാനുണ്ടാവും. ഞാൻ ബുക്ക് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബുക്ക് ചെയ്യാതെയും അവിടുന്ന് ഡെറാഡൂണിൽ നിന്ന് ഋഷികേശിലോട്ടും അതുപോലെ തന്നെ ദേവപ്രയാഗിലോട്ടൊക്കെ ബസ് കിട്ടും. പിന്നെ നമുക്ക് സീറ്റ് അവൈലബിലിറ്റി ഒക്കെ നമ്മളെ ലെക്ക് പോലെ ആയിരിക്കും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഋഷികേശിലെ ടൗൺ വരുന്നത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ വന്നിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ബഞ്ചി ജമ്പിങ്ങും അതുപോലെ തന്നെ ഗംഗയിലൂടെയുള്ള റിവർ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഒരുപാട് ആളുകൾ വന്ന് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ബഞ്ചി ജമ്പിംഗ് ഒക്കെ ഇവിടെയാണ്, ഋഷികേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഋഷികേശിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടികൾ റെൻറ്റിന് കിട്ടും. നമ്മുടെ 2 വീലേഴ്സ്, അതായത് ഹിമാലയൻ തൊട്ട് ചെറിയ വണ്ടികൾ, അതായത് ഗിയർലെസ് വണ്ടികൾ വരെയുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും ഇവിടെ നമുക്ക് 700 രൂപ മുതൽ 1500 രൂപ വരെയുള്ള പല റേഞ്ചിലും നമുക്ക് ഇവിടുന്ന് റെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെൻറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തിട്ടും നമുക്ക് ഗുപ്തകാശിയും കേദാർനാഥും അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. പെർ ഡേ 1500 രൂപയൊക്കെയാണ് ഹിമാലയത്തിനൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല വണ്ടി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് അവിടെയൊക്കെ പോയിട്ട് വരാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള കുറേ ആക്ടിവിറ്റീസിൻ്റെ ആണ്. നമ്മൾ ആക്ടിവിറ്റീസ് ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വണ്ടിയിൽ നമ്മളെ പുഴയുടെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. അതുപോലെ തന്നെ ബഞ്ചി ജമ്പിങ് ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. അവരുടെ വണ്ടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന റോഡുകളിലൊക്കെ ഇഷ്ടംപോലെ പണി നടക്കുന്നുണ്ട്. അതായത് ഇപ്പം കേദാർനാഥ് തുറന്ന് അവിടെ ക്ഷേത്രത്തിലേക്ക് ആളുകൾ പോകുന്നതുകൊണ്ട് തന്നെ ഈ റോഡുകളിലൊക്കെ നല്ല രീതിയിൽ അവർ വൃത്തിയാക്കിയും പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ സമയത്ത് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത്. കേദാർനാഥ് തുറക്കുന്നതോടുകൂടിയാണ് ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം എന്ന് വെച്ചാൽ. പോകുന്ന വഴി മുഴുവൻ ഇതുപോലെയുള്ള ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പക്ഷേ ഈ പുഴകളിലൊക്കെ വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായനെ. വെള്ളമില്ലാത്തത് മാത്രമാണ് നമുക്കൊരു രസമില്ലായ്മ തോന്നുള്ളൂ. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയി കിടക്കാണ്, കണ്ടില്ലേ? പച്ചപ്പിനൊന്നൊരു ഇത്രത്തോളം ഭംഗി വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം വേനൽക്കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് മൊത്തം. നമുക്ക് ഡെറാഡൂണിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ മാത്രമല്ല ഷെയർ ടാക്സികൾ, ആ ഫ്രണ്ടിൽ പോകുന്നതൊക്കെ ഷെയർ ടാക്സികളാണ്. അതേപോലെയുള്ള ഷെയർ ടാക്സികളും കിട്ടും. കാരണം നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ പിന്നെ കുറവായിരിക്കും. നമ്മൾ കേദാർനാഥിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും, കുറേ ബസ്സുകൾ വളരെ കുറവായിരിക്കും. പിന്നെ അങ്ങോട്ട് നമുക്ക് ഷെയർ ടാക്സികൾ മാത്രം ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ അതാത് സ്ഥലങ്ങൾ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ വണ്ടി എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കേദാർനാഥ് നമ്മൾ എന്തായാലും ഒരിക്കലും പോവും. പറ്റുവാണെങ്കിൽ ആഗസ്റ്റ് ആ സമയത്ത് പോകണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ, ഞാൻ ഈ വന്ന റൂട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ സമയത്ത് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാഴ്ചകൾ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അവിടുത്തെ നമ്മളീ പറയുന്ന പോലെയല്ല, അവിടെ എത്തേണ്ട സമയത്ത് മാത്രമേ നമ്മൾ എത്തുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ എത്തുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കൂടെ അവിടെ പോകാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെയൊക്കെ പുതിയ റോഡ് വരുന്നുണ്ട്. അത് ഈ നാഷണൽ ഹൈവേ ഒക്കെ പുതിയ രീതിയിൽ മാറ്റിയിട്ട് വലിയ റോഡുകളാക്കുന്നുണ്ട്. അതിൻ്റെ പണിയാണ് അവിടെയൊക്കെ നടക്കുന്നത്. പറഞ്ഞു കേട്ടത് ഇനിയിപ്പോൾ ദേവപ്രയാഗ് അല്ലെങ്കിൽ അവിടുന്ന് മുന്നോട്ടേക്കൊക്കെ റെയിലിൻ്റെ പണി നടക്കുന്നത്. ഇപ്പം നമുക്ക് ഋഷികേശ് വരെയാണ് നിലവിൽ റെയിൽവേ സൗകര്യമുള്ളൂ. അത് നീട്ടിയിട്ട് ദേവപ്രയാഗ് വരെ ആക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അത്രേ. ഒരുപാട് വലിയ വലിയ പ്രൊജക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ കേട്ടാൽ ഇത് നടക്കുമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള തുരങ്കങ്ങൾ, റെയിൽപാതകൾ, റോഡുകൾ വലിയ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് ഈ മാറ്റങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ജമ്മു കാശ്മീരിലുണ്ടായ ചിനാബിലെ ബ്രിഡ്ജ് പോലെ ഒരുപാട് വലിയ പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സീറ്റ് ബുക്ക് ചെയ്തതിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. അതായത് ഞാൻ റൈറ്റ് സൈഡായിരുന്നു ബുക്ക് ചെയ്യേണ്ടിയിരുന്നത്. അതായത് റൈറ്റ് സൈഡിലാണ് ഗംഗാ നദിയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ബസ് ഓൾമോസ്റ്റ് ഫുള്ളായതുകൊണ്ട് അവിടെയൊന്നും സീറ്റ് ഒഴിവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് ഞാൻ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മളീ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ്, അതിലൂടെയാണ് ഗംഗാ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. വളരെ ആഴത്തിലൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അത് ഷൂട്ട് ചെയ്യാനേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടേ അതൊക്കെ റോഡിലോട്ട് വന്നത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ബ്രിഡ്ജുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും വലിയ മണ്ണിടിച്ചിലൊക്കെ വന്നാൽ മൊത്തം റോഡും ബ്ലോക്കായി പോകും. നമ്മൾ രാവിലെ കയറിയതാണ് അവിടുന്ന്. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. അതായത് പോകുന്ന എല്ലാ ബസ്സുകളും ഓൾമോസ്റ്റ് നിർത്തുന്നൊരു സ്ഥലമാണിത്.
അപ്പോൾ നമുക്കിനി പോയിട്ട് ഇവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഞാൻ രാവിലെ ഒരു ചായ മാത്രമാണ് സത്യത്തിൽ കുടിച്ചത്. ഇവിടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഞാൻ ഈ റൊട്ടി മാത്രമാണ് പറഞ്ഞത്. ചോറ് ഇവിടുന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മളിവിടെ ദേവപ്രയാഗിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളീ കാണുന്നത് ഭാഗീരഥി നദിയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ ബസ്സിൻ്റെ സൈഡ് നമുക്ക് കാണാൻ പറ്റുമെന്ന്, അതാണ് നിങ്ങൾ കണ്ടത്. ഇത് ഇവിടെ ദേവപ്രയാഗ് ടൗൺ ആണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഭാഗീരഥിയാണ്. ഭാഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഒന്നിച്ചായിട്ട് ഗംഗാ നദിയായിട്ട് ഒഴുകുന്നത്. നമ്മളിവിടെ റൂം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻകൂട്ടി ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1-2 സ്ഥലങ്ങൾ ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി. ആദ്യം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടാമത്തെ ഒരു സ്ഥലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെയാണ് ഭാഗീരഥിയും അളകനന്ദയും യോജിച്ച് ഗംഗാ നദിയായിട്ട് ഒഴുകുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ അവിടെ ഗംഗയിൽ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമുണ്ട്. ഗംഗാ നദിയായിട്ട് ആരംഭിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നിങ്ങൾ ഈ ഒരു തൂക്കുപാലം കണ്ടോ, അവിടെ തൂക്കുപാലാണത്. ഒരുപാട് മൂവീസിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ ഒരു റൂം കണ്ടെത്തി. ഇപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ സെറ്റപ്പ് റൂം, ഇത്രയേ ഉള്ളൂ. ഒരു ദിവസത്തോട്ട് 500 രൂപ. ഇവിടുന്ന് നമുക്ക് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് വൈകുന്നേരം അങ്ങോട്ടൊക്കെ പോവാം. കുറച്ച് റെസ്റ്റ് എടുക്കാം. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന കാഴ്ചകളൊക്കെ കാണണം. ഇവിടുത്തെ കാഴ്ചയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.